കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ചും അവരുടെ വകുപ്പുകളെ സംബന്ധിച്ചും ഏകദേശ ധാരണയായി എന്നുള്ളതാണ് നിർഭൻ ചക്രവർത്തി നൽകുന്ന വിവരം. നിർഭൻ, എങ്ങനെയാണ് ഇപ്പോഴത്തെ മന്ത്രിമാരുടെ സാധ്യത പട്ടിക? ആർക്ക് ഏതൊക്കെ വകുപ്പുകൾ? ഷമി, സമ്പൂർണ്ണ പട്ടികയില്ല, പലതരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. അത് മന്ത്രിസഭയെ സംബന്ധിച്ചും വകുപ്പുകളെ സംബന്ധിച്ചും വിവിധ സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഉറപ്പായിരുന്നു മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ധനകാര്യം, ഒപ്പം തുറമുഖ വകുപ്പായിരിക്കും നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനിൽ എത്തിച്ചേരുന്ന വകുപ്പുകൾ. ഒപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് പൂർണ്ണ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ചുമതലയേക്കും. നേരത്തെ വിജിലൻസ് വകുപ്പ് മുഖ്യമന്ത്രിയിലേക്ക് നിക്ഷിപ്തമാക്കുമെന്ന തരത്തിലുള്ള ചർച്ച ഉണ്ടായിരുന്നു. അതങ്ങനെയല്ല, ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും കൈവശം വയ്ക്കുക രമേശ് ചെന്നിത്തലയായിരിക്കും. മറ്റൊന്ന്, അടുത്ത വകുപ്പ് എന്ന് പറയുന്നത് റവന്യൂ ആണ്. അത് KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫാണ് വഹിക്കുക. ഒപ്പം തന്നെ നിയമവകുപ്പ് കൂടി സണ്ണി ജോസഫ് ആയിരിക്കും വഹിക്കുക എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ കെ മുരളീധരൻ നേരത്തെ തന്നെ ആരോഗ്യം ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യേണ്ട ചുമതല വേണം എന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ്. അതുകൊണ്ട് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും ഒപ്പം തന്നെ ദേവസ്വം വകുപ്പ് കിട്ടാനാണ് സാധ്യത. പക്ഷേ അദ്ദേഹത്തിന്റെ വകുപ്പുകളെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം പല രീതിയിൽ വരുന്നുണ്ട്. നേരത്തെ അദ്ദേഹം 6 മാസക്കാലം ഉപതെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് വൈദ്യുതി വകുപ്പാണ് കെ മുരളീധരൻ വഹിച്ചത്. അതുകൊണ്ട് കെ മുരളീധരന് വൈദ്യുതി നൽകണം എന്ന തരത്തിലുള്ള നിർദ്ദേശം പലതരത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ആരോഗ്യവും ഒപ്പം തന്നെ ദേവസ്വം വകുപ്പാണ്. ഒപ്പം തന്നെ ലിജുവിന് എക്സൈസ് വകുപ്പും സഹകരണവും. അത് ലിജുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ എക്സൈസ് വകുപ്പ് ഉറപ്പായിരുന്നു. അതിനുശേഷമാണ് ഈ CP ജോണിൽ നിന്ന് സഹകരണ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണം, അത് പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്, അത് ഘടകകക്ഷികൾക്ക് നൽകാനാകില്ല എന്ന തീരുമാനം KPCCയുടെ ഭാഗത്തു നിന്ന് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടാണ് സഹകരണ CP ജോണിൽ നിന്ന് വാങ്ങുന്നത്. സഹകരണ വകുപ്പ് സ്വാഭാവികമായും ലിജുവിന് സഹകരണവും എക്സൈസ് വകുപ്പുകൾ ലഭിക്കും. വിഷ്ണുനാഥിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ കൈവശം നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒറ്റ വകുപ്പായിരുന്നു. അത് ലീഗ് തന്നെയാണ് കൈകാര്യം ചെയ്തത്. എന്നാൽ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത്, LDF സർക്കാരിന്റെ കാലത്ത് ഈ 2 വകുപ്പായി മാറി. അത് ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന തരത്തിലുള്ള ചർച്ച നടന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷ്ണുനാഥ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൽപ്പിക്കുന്നത്. ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണ സാമൂഹ്യ നീതിയും ഒപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പും ബിന്ദു കൃഷ്ണയ്ക്കാണ്. അത് ഏതാണ്ട് ഉറപ്പാണ്, അതിൽ മാറ്റം വരാൻ സാധ്യതയില്ല. T സിദ്ദിഖ് മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വനം വകുപ്പായിരിക്കും ലഭിക്കുക. CP ജോണിന് നേരത്തെ പറഞ്ഞതാണ് ഗതാഗത വകുപ്പാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സഹകരണ വകുപ്പിന്റെ 5 വർഷത്തെ മന്ത്രിയാകും എന്ന തരത്തിലുള്ള സൂചന വന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല, സഹകരണ വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് എടുക്കുകയാണ്. പകരം ഗതാഗതം, പൊതുഗതാഗതവും ഒപ്പം തന്നെ ട്രാൻസ്പോർട്ടും KSRTCയും അദ്ദേഹത്തിനായിരിക്കും ലഭിക്കുക. മോൻസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പല വകുപ്പുകൾ, മരാമത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പ് വേണമെന്ന കാര്യം PJ ജോസഫ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് കോൺഗ്രസ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായും മോൻസ് ജോസഫിന് ലഭിക്കുക ജലവിഭവ വകുപ്പായിരിക്കും. ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പിനൊപ്പം തന്നെ ടൂറിസം വകുപ്പ് കൂടി വേണമെന്ന് താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ വകുപ്പ് കൊണ്ട് തന്നെ ഈ RSPക്ക് തൃപ്തിപ്പെടേണ്ടി വരും. ഒപ്പം തന്നെ അനൂപ് ജേക്കബിന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പാണ്. അത് നേരത്തെ 2.5 വർഷമായി വീതം വയ്ക്കുന്ന രീതിയിലായിരുന്നു ചർച്ചകൾ നടന്നത്. ഇപ്പോൾ അവസാന സൂചനകൾ വരുന്നത് 2 കക്ഷികൾക്കും വീതം വയ്പ് ഉണ്ടാകില്ല. മാണി സി കാപ്പനും ഒപ്പം തന്നെ ഈ ഷിബു ബേബി ജോണിനും 5 വർഷത്തെ കാലാവധി തന്നെ ലഭിക്കും. ഷിബു ബേബി ജോണിന് അനൂപ് ജേക്കബിനും 5 വർഷത്തെ കാലാവധി തന്നെ ലഭിക്കും. അദ്ദേഹത്തിന് നേരത്തെ വഹിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വഹിച്ചിരുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തന്നെയാണ്. ഒപ്പം തന്നെ മാണി സി കാപ്പന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് സ്പീക്കറുടെ ചുമതല ലഭിക്കും. പക്ഷേ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് പോകുന്നു, അദ്ദേഹത്തിന് വനം പോലെയുള്ള പ്രധാനപ്പെട്ട വകുപ്പ് ലഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവിടേക്ക് VT ബൽറാം വരുമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ചർച്ച ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ഷാനിമോൾ ഉസ്മാൻ, ഒപ്പം തന്നെ അൻവർ സാദത്ത് അടക്കമുള്ളവരുടെ കാര്യത്തിൽ, IC ബാലകൃഷ്ണന്റെ കാര്യത്തിലടക്കം ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. ബിച്ചു. നിർഭൻ ചക്രവർത്തിയാണ് മന്ത്രിമാരുടെ വകുപ്പുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത്.